തുടർഭരണം കിട്ടിയേ മതിയാകൂ എന്നുള്ള രീതിയിലാണ് എൽ.ഡി.എഫ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് യു.ഡി.എഫിന് കേരളത്തിൽ ഭരിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തായാലും കേരളത്തിൽ ഇത്തവണ ഭരണം പിടിച്ചേ മതിയാകൂ എന്നുള്ള രീതിയിലാണ് യു.ഡി.എഫും പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ഭരണം കിട്ടാനുള്ള ഒരു സാധ്യത നിലവിലില്ല കേരളത്തിലിപ്പോ. പക്ഷെ അവര് കുറച്ച് സീറ്റുകളൊക്കെ പിടിക്കാനുള്ള ചാൻസുകളുണ്ട്. കാരണം നല്ല രീതിയിൽ നല്ല കാൻഡിഡേറ്റ്സിനെയൊക്കെ അവര് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേരളത്തിലങ്ങോളം. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 9-ാം തീയതി നടക്കുന്ന ഈ ഇലക്ഷനില് തീ പാറാനുള്ള ചാൻസുകളെല്ലാം കാണുന്നുണ്ട് ഞാൻ. അതായത് തീ പാറുന്ന ഇലക്ഷൻ ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം ഉച്ചയോട് പോരാട്ടമായിരിക്കും എല്ലാ മണ്ഡലങ്ങളിലും നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് വലിയ വലിയ മണ്ഡലങ്ങളിലൊക്കെ. അപ്പൊ ഇന്ന് പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസമാണ്. 7-ാം തീയതിയാണിന്ന്. നാളെ നിശബ്ദ പ്രചരണമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 9-ാം തീയതി ഇലക്ഷനാണ്. അപ്പൊ നിങ്ങൾക്ക് വോട്ടിന് അവകാശമുണ്ടെങ്കിൽ എന്തായാലും പോയി വോട്ട് ചെയ്യുക. നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുക. അത് നിങ്ങളുടെ അവകാശമാണ്. അത് നിങ്ങൾ എന്തായാലും തീർച്ചയായും രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ നമുക്ക് കാണാം ആരാ ജയിക്കുക എന്നുള്ളത്, അല്ലേ?